എന്താണ് നമ്മുടെ ക്രിക്കറ്റ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചർച്ചയാക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. അതായത് തുടർച്ചയായിട്ട് പല പ്രധാനപ്പെട്ട താരങ്ങൾ വിരമിക്കുന്നു. അതായത് അവരവരുടെ ടീമിന് അവരവരുടെ നാഷണൽ ടീമിന് വളരെ ആവശ്യകതയായിട്ടുള്ള താരങ്ങളാണ് ഈ വിരമിക്കുന്നതെല്ലാം. അതായത് സ്റ്റിൽ എന്താ പറയുക, സ്ക്വാഡിൽ ഇടം പിടിക്കാൻ പറ്റിയ താരങ്ങളാണ്, അവരുടെ നാഷണൽ ടീമിന് വളരെയധികം ആവശ്യമുള്ള താരങ്ങളാണ്, അവരെല്ലാം വിരമിക്കുകയാണ്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം തന്നെ കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു, രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു, സ്റ്റീവൻ സ്മിത്ത് ഓഡിയിൽ നിന്ന് വിരമിച്ചു, മാക്സ്വെൽ ഓഡിയിൽ നിന്ന് വിരമിച്ചു, അതുപോലെ ഇപ്പോൾ ഹെൻറിച്ച് ക്ലാസൻ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചു, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് തന്നെ വിരമിച്ചു. സോ എന്തായാലും വല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയണം. സോ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൻറിച്ച് ക്ലാസൻ്റെ കാര്യം തന്നെയാണ്. ഹെൻറിച്ച് ക്ലാസൻ എന്താണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള കാരണം, സമ്പൂർണ്ണമായിട്ട് വിരമിക്കാനുള്ള കാരണം എന്താണ്? സോ അതൊരു ചർച്ച ചെയ്യേണ്ട സംഭവം തന്നെയാണ്. നമുക്കറിയാം ഇനി വേൾഡ് കപ്പ് വരുന്നു. ഹെൻറിച്ച് ക്ലാസനൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, വിക്കറ്റ് കീപ്പറാണ്, അതുപോലെ നല്ല രീതിയിൽ ബിഗ് റൺസൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹം വിരമിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ് എന്ന് തന്നെ പറയണം. സോ നല്ല ഇതിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൻറിച്ച് ക്ലാസൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാ എന്താ പറയുക ഫ്രാഞ്ചൈസി ഫോർമാറ്റിലും കളിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ പൈസകൾ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഹൈദരാബാദിലാണെങ്കിലും വേറെ ഏത് ക്രിക്കറ്റ് ടീമിൽ ചെന്നാലും അത് ഇഷ്ടം പോലെ പൈസയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇനി ഇൻ്റർനാഷണൽ കളിച്ചിട്ട് അവിടെ നിന്ന് പ്രത്യേകിച്ച് വലിയ സാലറിയോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടാനില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങ് വിരമിക്കുന്നു. ആ ഒരു ലെവലായതുകൊണ്ടായിരിക്കാം ഹെൻറിച്ച് ക്ലാസൻ എനിക്ക് തോന്നുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. സോ ഈ ഒരു വീഡിയോത്തിലുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.